എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഓക്ലൻഡ് സിറ്റിയിലാണ്. ഇവിടെ ലാറ്റിൻ ഫിയസ്റ്റ എന്ന് പറഞ്ഞൊരു പരിപാടി കാണാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓക്ലൻഡിൽ ലാറ്റിൻ അമേരിക്കൻ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു കൾച്ചറലായിട്ടുള്ള പരിപാടിയാണിത്. അവരുടെ ഡാൻസ്, പിന്നെ ഫുഡ്, അങ്ങനെ മറ്റു പല അവരുടെ കൾച്ചറിന് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണാൻ പറ്റുന്നത്. ഇത് വർഷം നടക്കുന്നതാണ്. ഇത് നോർമലി സമ്മറിലാണ് ഇവിടെ നടക്കാറ്. അപ്പോൾ ഇവിടെ സമ്മറാണ്. ഞാനിവിടെ വരുമ്പോൾ ഒരു 5:30 ആയി. എന്നാലും നല്ല ചൂടാണ്. വന്ന നേരത്ത് അവിടെ സ്റ്റേജിൻ്റെ മുകളിൽ ഒരു പെണ്ണ് ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഡാൻസാണ്. എന്നിട്ട് ഓഡിയൻസ് അതിനനുസരിച്ചിട്ട് സ്റ്റെപ്സ് ഇട്ടു. ഞാനവിടെ വെയിലത്തേക്ക് പോകാൻ നിന്നില്ല. ഞാനിവിടെ സേഫായിട്ടൊരു സൈഡ് നോക്കിയിട്ട് നിന്നു, ഇത്തിരി തണലുള്ള സ്ഥലത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രോഗ്രാംസൊക്കെ ഞാൻ ഇത്തിരി നേരമാണ് കാണിക്കാനുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് വയ്ക്കാൻ കഴിഞ്ഞാൽ സാമ്പ ഡാൻസാണ്. അത് മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. സ്റ്റേജിലിങ്ങനെ പരിപാടികൾ നടക്കണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്നു. ഇപ്പോൾ സ്റ്റേജിൽ കളിക്കുന്നത് ആക്ച്വലി ഒരു പെണ്ണല്ല, ഇതൊരാണാണ്. എനിക്കാദ്യം മനസ്സിലായില്ല കേട്ടോ. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കെടു നടക്കുമ്പോൾ മനസ്സിലായത് അതൊരു ആണാണ്. ഡാൻസ് കാണാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചങ്ങനെ നോക്കിയിരിക്കാന്നല്ലാണ്ട്. അവസാനം ഡാൻസിന് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ ഡാൻസ് കഴിഞ്ഞു. സ്റ്റേജിൻ്റെ മുകളിൽ എല്ലാവരെയും വിളിച്ചിട്ട് ആങ്കർ അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാകും. ഡാൻസ് കളിച്ച ആൾക്കാരെ അവിടെ കാണും. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്, സാമ്പ ഡാൻസ്. അപ്പോൾ സാമ്പ ഡാൻസിൻ്റെ ബാൻഡിൻ്റെ മെയിൻ മാസ്റ്ററാണ് നിൽക്കുന്നത്, പുള്ളിക്കാരത്തി. പതുക്കനെ അപ്പോൾ ബാൻഡ് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാമ്പ ഡാൻസേഴ്സ് വന്നു. ഒരു തലയിൽ വെച്ചിട്ടുള്ളത് കാണാൻ നല്ല രസമായിരുന്നു. ഒരു കോസ്റ്റ്യൂംസും അടിപൊളിയായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് ഡ്രസ്സുകളൊക്കെ. ഫ്രണ്ടിൽ 2 ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അവരെ സ്റ്റെപ്പ് തുടങ്ങി. ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് ഈ സാമ്പ ഡാൻസാണ്. ഇത് ബ്രസീലിയൻ സാമ്പ ഡാൻസാണ്.
കഴിഞ്ഞ രണ്ടാണുങ്ങൾ ഭയങ്കരമായിട്ട് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. വർഷം എനിക്ക് തോന്നുന്നത് ഈ സെയിം ആൾക്കാർ തന്നെയാണെന്നുണ്ട് ഡാൻസ് കളിക്കുന്നത്. കാരണം ഈ പരിപാടിയുടെ പോസ്റ്ററിൽ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. ആ പെണ്ണ് പ്രാവശ്യത്തിൽ കളിക്കും. അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ആ താളത്തിനൊപ്പം ഡാൻസ് കളിക്കുക, പിന്നെ അതേപോലെ ആ ബാൻഡും കേൾക്കാൻ ഒരു വെറൈറ്റി ആയിരുന്നു. ഒരു ടിപ്പിക്കലി മലയാളിയായിട്ടുള്ള എനിക്ക് ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നും ഇംഗ്ലീഷുകാരല്ല, ഇതൊന്നും വെള്ളക്കാരല്ല, ഇതൊക്കെ ലാറ്റിൻ അമേരിക്കൻസാണ്. അവർ ഓരോ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഒരാളും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാൻ, നമുക്കൊരു വേറെ ടൈപ്പ് ഭാഷകളാണ് സംസാരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ഡാൻസ് കളിക്കുന്ന ആൾക്കാർ സ്റ്റേജിൻ്റെ മുകളിലേക്ക് കയറി. ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, പിന്നെ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല, നല്ല ചൂടും. ഇപ്പം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം തണലുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ അത് കാണാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ കിക്കിങ് സ്റ്റൈലിൽ ഡാൻസ് ചെയ്യുന്നതാണ്. ഇതൊരു ഒന്നൊന്നര സംഭവമാണ് കണ്ടിരിക്കുക.
പരസ്പരം കിക്ക് ചെയ്യണ പോലെ ഇതാക്കും. പക്ഷെ അവരെ ശരീരത്തിൽ തട്ടില്ല. എന്തോരം നേരം അവർ ചെയ്തെന്നറിയാം. നല്ല സ്റ്റാമിനയും കാര്യങ്ങളും. രണ്ടുപേരുടെയും ശരീരം നല്ല ഉറച്ച ശരീരമായിരുന്നു. അവന്മാർ ജിമ്മിനൊന്നും പോകണില്ല. പക്ഷേ ഈ ഡാൻസ് തന്നെ കളിച്ചാൽ മതി, അത്യാവശ്യം നല്ല ബോഡി ഷേപ്പാവും. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടീനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തു മാത്രം. ഉണ്ടാവും ഡാൻസിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തോരം നേരെ അവരിങ്ങനെ കിക്ക് ചെയ്തിട്ടൊക്കെ ഡാൻസ് ചെയ്യാൻ. ഇപ്പോൾ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് അവർ താഴ്ത്തേക്ക് ഇറങ്ങി. താഴ്ത്തു നിന്നിട്ട് കുറച്ചു നേരം ഡാൻസ് ചെയ്തു. എല്ലാം അവിടെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഒരു മൂഡിലായിരുന്നു, ഈ ബാൻഡിൻ്റെ മൂഡിൽ. ഇത് കണ്ട ഒരു പയ്യൻ്റെ വക അക്രമം. ഇപ്പം നമ്മളെ സാമ്പ ഡാൻസ് അവസാനത്തിലേക്ക് എത്തി. പരിപാടി കഴിഞ്ഞു. സാമ്പ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ബാൻഡ് അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരൊരു പരിപാടിയാണ്, ലാറ്റിൻ ബാൻഡ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പ ഡാൻസിൻ്റെ ബാൻഡിൻ്റെ ആൾക്കാരാണ് ഈ വരുന്നത്. അത്യാവശ്യം കുറച്ച് നേരം ഒരു കുട്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ ഉണ്ടായിരിക്കും. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മൊത്തത്തിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കി നിൽക്കണ നേരത്തെ ഇതേ പോണൊരു പച്ചക്കട ചെങ്ങാതിരെ മുടി കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തുട്ടാ പറയാ, ഒരു 1.5 മുടി തന്നെ ഇറന്നിട്ടത്. ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പ ഡാൻസ് കളിച്ച ആൾക്കാരെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാം. ഈ ഫാമിലി കുട്ടിക്ക് പകരം ഒരു നായ്ക്കുട്ടീനെയാണ് കയ്യിൽ കൊണ്ടത്. എല്ലാവരും നല്ല മൂഡിലാണ്. പിന്നെ എല്ലാവരും മൂടാവാൻ കാരണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മദ്യം ഇതിൻ്റെ ഇടയിൽ വിളമ്പുണ്ടാകും. ഇവിടുത്തെ പ്രോഗ്രാംസിന് പിന്നെ ബിയർ, മദ്യം ഇതൊക്കെ കോമൺ ആണല്ലോ. എസ്പെഷ്യലി ഇത് ലാറ്റിൻ പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രിങ്ക്സ് അടിച്ചിട്ട് എല്ലാവരും ഒരേ ഒരു പ്രത്യേക മൂഡിലായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടും, ലാറ്റിൻ പാട്ട്, അതും ഒരു ഇമ്പുള്ള പാട്ടായിരുന്നു, കേൾക്കാനും ഒരു രസമുണ്ടായിരുന്നു. ആ കാണുന്നത് ഒരു ചെറിയ സ്റ്റോളാണ്, ഫുഡിൻ്റെ സ്റ്റോളാണ്. പക്ഷെ മെയിൻ ഫുഡിൻ്റെ സ്റ്റാള് വേറെ സൈഡിലാണ്. കണ്ട ഈ കപ്പിൾസിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ വൈബ്. പിന്നെ അതിൻ്റെ ഇടയിൽ, പരിപാടിയുടെ ഇടയിൽ ചില ആൾക്കാരെ കണ്ടു. തനി സിനിമാ നടന്മാരും നടിമാരും പോലത്തെ ആൾക്കാർ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ, ഭയങ്കര ഭംഗിയുള്ള ആൾക്കാർ. എൻ്റെ അഭിപ്രായത്തിൽ ഈ വെള്ളക്കാരിലായിട്ട് കാണാൻ ചന്തം ഈ ലാറ്റിൻ അമേരിക്കൻസാണ്. അവർക്കൊരു പ്രത്യേക സ്റ്റൈലാണ്. അവസാനം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പെർഫോമേഴ്സ് ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു. തോന്നുന്നു അവർ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ, കോസ്റ്റ്യൂംസൊക്കെ ഊരി വയ്ക്കാനാണ്. എന്തായി കഴിഞ്ഞാൽ അവരുടെ തലയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. കോസ്റ്റ്യൂംസും മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. ഞാൻ 5:30 വന്നതാണ്. 7:30. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മറായതുകൊണ്ട് നേരം ഇരുട്ടാൻ വേണ്ടിയിട്ട് ഒരു 8:30-9 മണിക്കാവും. നൈസായിട്ട് ചൂടൊക്കെ പോയി. ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി. അതിൻ്റെ ഇടയിൽ പാട്ട് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അവസാനം ഈ ബാൻഡിൻ്റെ പരിപാടി അവസാനിച്ചു. അതിനുശേഷം വേറെ 2 ഗ്രൂപ്പുകളുടെ ഡാൻസും കൂടി ഉണ്ട്. അപ്പോൾ പയ്യെ ഞാനും ഇവിടുന്ന് സ്ഥലം കാലിയാക്കാമെന്ന് വിചാരിച്ചു. ഒരു പരിപാടി തുടങ്ങിയപ്പോൾ എന്നാലും കുറച്ചു നേരം കൂടി ഡാൻസ് ഞാൻ കണ്ടു. എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം പിന്നെ DJ ആണ്. DJ തുടങ്ങി.
DJ തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 8-8:30 പയ്യെ ഞാൻ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് സ്റ്റേജിൻ്റെ അവിടെ പോയി ഒരു 8-8:30 ആയതുകൊണ്ട് ഏകദേശം ഇരുട്ടി. ഞാനും പയ്യെ അങ്ങോട്ട് നീങ്ങി. എന്തായി കഴിഞ്ഞാലും എനിക്ക് ഇതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഏതോ ലാറ്റിൻ അമേരിക്കൻ ടൗണിൽ നടന്നൊരു ചെറിയൊരു ഫെസ്റ്റിവൽ പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ മെയിനായിട്ട് ഇംഗ്ലീഷൊന്നും ഒരാളും പറയുന്നത് കേൾക്കാമല്ലോ, എല്ലാവരും വേറെ ടൈപ്പ് ഭാഷയാണ്, അവരെ പല പല ഭാഷകളിൽ. എല്ലാവർക്കും നമ്മുടെ ഇപ്രാവശ്യത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ മറ്റ് പലർക്കും ഷെയർ ചെയ്യുക, അവരിൽ എത്തിക്കുക, അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇവിടെ നടക്കണ ഓരോ ഇവൻറ്റ്സും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിൽ എത്തിക്കാം. അപ്പോൾ ശരി, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി, താങ്ക് യു.